ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പൾസർ സുനി സിനിമാ ലൊക്കേഷനുകളിലെ സ്ഥിരം സാന്നിധ്യമാണ്. ഇയാളും ദിലീപും ഒന്നിച്ചു വന്നുവെന്നതുകൊണ്ട് ഗൂഢാലോചന നടന്നുവെന്ന് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? പരാതിക്കാരനായ ദിലീപിനെ കേസിൽ പ്രതിയാക്കുകയാണ് ഉണ്ടായത്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഇനി ജയിലിൽ തുടരേണ്ട സാഹചര്യമില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ ദിലീപിനെതിരെ ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ ദിലീപ് കസ്റ്റഡിയിൽ തുടരേണ്ടത് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് നിയമചരിത്രത്തിൽ ആദ്യമാണെന്നും DGP മഞ്ചേരി ശ്രീധരൻ നായർ ചൂണ്ടിക്കാട്ടി. കൃത്യം നിർവഹിക്കാൻ ദിലീപ് പൾസർ സുനിക്ക് 10,000 രൂപ അഡ്വാൻസ് നൽകിയിട്ടുണ്ട്. കേസിലെ ആദ്യ ഗൂഢാലോചന നടക്കുന്ന സമയത്ത് പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ ദിലീപിന്റെ ജാമ്യം തള്ളിയത് സമൂഹത്തിനൊരു സന്ദേശമാകണമെന്ന മജിസ്ട്രേറ്റിന്റെ പരാമർശത്തെ ഹൈക്കോടതി വിമർശിച്ചു. ജാമ്യഹർജിയിലല്ല വിചാരണഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 5 വോള്യങ്ങളായുള്ള കേസ് ഡയറി മുദ്രവച്ച കവറിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്ക് കൈമാറി. ഇതുകൂടി പരിശോധിച്ച ശേഷമാകും ദിലീപിന്റെ ജാമ്യഹർജിയിൽ കോടതി തീർപ്പുണ്ടാക്കുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.